ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സം ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സിലെ നെക്സ്റ്റ് ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ നോക്കുന്നത് അതായത് ഡയറക്റ്റ് മെത്തേഡും ഷോർട്ട് കട്ട് മെത്തേഡും ഈ രണ്ട് മെത്തേഡ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും എങ്ങനെയാണ് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എനിവേയും നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ പ്രോബ്ലം നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഒക്കെ മാത്രം കണ്ടാൽ പോലെ നിങ്ങൾ വീഡിയോ കാണുന്നതിനനുസരിച്ച് ക്വസ്റ്റ്യൻ എഴുതിയെടുത്തിട്ട് അത് വർക്കൗട്ട് ചെയ്യാനും കൂടെ ശ്രമിക്കണേ. എന്നാൽ മാത്രമേ ഇതിൽ മൈൻഡിൽ നിൽക്കത്തുള്ളൂ എക്സാം ആകുമ്പോഴേക്കും. അതെല്ലാം വീഡിയോ മാത്രം കാണണമെങ്കിൽ ഒരു കാര്യമില്ല, വെറുതെയാണ്, ആ സമയം വേസ്റ്റ് ആവാന്നല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാകാൻ പോണില്ല. ഓക്കെ, നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കുക. അത് പ്രോബ്ലം പേപ്പർ, ഇതെല്ലാം ഏത് പ്രോബ്ലം പേപ്പറായാലും ഇപ്പോൾ അക്കൗണ്ടിങ് ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോബ്ലം വർക്കൗട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ഇൻഡിവിജ്വൽ സീരീസിൽ എങ്ങനെയാണ് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാൻ നോക്കാം. അതിന് ശേഷം നമുക്ക് കണ്ടിന്യൂ സീരീസ് നോക്കാം കേട്ടോ. ഇൻഡിവിജ്വൽ സീരീസിൽ ഇതാണ് ഇക്വേഷൻ വരിക. എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് സിഗ്മ d1/n ഇൻറ്റു സി. ഡി നമ്മൾ കാണുന്നത് നമ്മൾ നേരത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സ് മൈനസ് എ ആണ് എന്ത് പറയുന്നത്, ഡി എന്ന് പറയുന്നത്. എക്സ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എക്സും, എ എന്ന് പറയുമ്പോൾ നമ്മളൊരു പെർമനൻ്റ് ആയിട്ടുള്ള വാല്യൂ എക്സിൽ നിന്നും സെലക്ട് ചെയ്യണം. അതാണ് എ. എക്സ് മൈനസ് എ ആണ് എന്ത് പറയുന്നത്, ഡി എന്ന് പറയുന്നത്. അപ്പോൾ d1 എന്താ, എക്സ് മൈനസ് എ ഡിവൈഡഡ് ബൈ സി ആണ് എന്ത് പറയുന്നത്, d1 എന്ന് പറയുന്നത്. അതായത് എക്സ് എന്ന് പറഞ്ഞുള്ള വാല്യൂ ക്വസ്റ്റ്യനിലുണ്ട്, എ നമ്മൾ സെലക്ട് ചെയ്യണം. സി എന്ന് പറയുമ്പോൾ ക്ലാസ് ഇൻ്റർവെല്ലിൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സീരീസിൽ ഈ സി ആയിട്ട് എടുക്കൽ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. നമ്പർ ഓഫ് ഐറ്റംസ് ആണ് ഇവിടെ സി ആയിട്ട് ഇൻഡിവിജ്വൽ സീരീസിൽ എടുക്കുന്നത്. സോ ഇതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതാണ് പ്രോബ്ലം വരുന്നത്, ഇൻഡിവിജ്വൽ സീരീസ്. ഓക്കെ, ഇതിൽ ഇൻഡിവിജ്വൽ സീരീസ് എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല കേട്ടോ. ഇതെങ്ങനെയാണ് മനസ്സിലാക്കുകയെന്ന് വെച്ചാൽ, വലിയ വാല്യൂസാണ് നമുക്ക് എക്സ് ആയിട്ട് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, അതായത് ഇതിപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിൽ നമ്മൾ സിഗ്മ x/n കാണാനെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. പക്ഷേ ഇതെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ, വലിയ വാല്യൂസാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതല്ല ചെറിയ വാല്യൂസ് ആണെങ്കിൽ സിഗ്മ എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ x/n ചെയ്താൽ മതി. ഓക്കെ, വലിയ വാല്യൂസ് ആണെങ്കിൽ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇൻഡിവിജ്വൽ സീരീസിൻ്റെ ഇക്വേഷൻ ഇതാണ്, എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് സിഗ്മ d1/n ഇൻറ്റു സി. ഓക്കെ, ഇതാണ് ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. കമ്പ്യൂട്ട് മീൻ ടു ഫാമിലി ഇൻകം. 10 ഫാമിലിയുടെ ഫാമിലി ഇൻകത്തിൻ്റെ മീനാണ് നമ്മളോട് കാണാൻ പറഞ്ഞുള്ളത്. അപ്പോൾ ഫാമിലിയുടെ പേര് ഫാമിലി എ, ഫാമിലി ബി, ഫാമിലി സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ, ജെ വരെയാണ് ഉള്ളത്. അപ്പോൾ എ ഫാമിലിയുടെ ഇൻകം 350, ബി ഫാമിലിയുടെ ഇൻകം 900, സി 650, ഡി 1000, ഇ 800, എഫ് 700, ജി 4500, ബി 200, ഐ 300, ജെ 200. സോറി, ഈ എച്ച് 2000 ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് മനസ്സിലായി എന്താണ് ഇൻഡിവിജ്വൽ സീരീസ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസ് ആണ്, വലിയ വാല്യൂസ് ആണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് വേണം ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓഫ്കോഴ്സ് ഇവിടെ വലിയ വാല്യൂസാണ് തന്നിട്ടുള്ളത്, ചെറിയ 1, 2, 3 നല്ലല്ലോ വാല്യൂസ് ഉള്ളത്, വലിയ വലിയ വാല്യൂസാണ് തന്നിട്ടുള്ളത്. 4500, 2000 എന്നൊക്കെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഇക്വേഷൻ എടുത്ത് ഇങ്ങോട്ട് എഴുതാം. ഇക്വേഷൻ എഴുതി എ പ്ലസ് സിഗ്മ d1/n ഇൻറ്റു സി. നമുക്കിതിൽ ഓരോന്നും കണ്ടുപിടിക്കണം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ എക്സും എക്സിനെങ്ങോട്ട് താഴോട്ടെടുത്ത് എഴുതാം. ഓക്കെ, എക്സിന് എല്ലാത്തിനും നമുക്ക് എന്ത് ചെയ്യാം, താഴോട്ടെടുത്ത് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. ഇതിൽ എ സെലക്ട് ചെയ്യുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും ചെറിയ വാല്യൂ, എക്സിൽ ഏറ്റവും ചെറിയ വാല്യൂ സെലക്ട് ചെയ്യുക നല്ലത്. ഇതിൽ ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് 200 സോ ഞാനിവിടെ എ ആയിട്ട് എടുത്തിട്ടുള്ളത് 200. ഓക്കെ, ഇനി എൻ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഐറ്റംസ്, അതാണ് ഇവിടെ ഇൻഡിവിജ്വൽ സീരീസിൽ നമ്പർ ഓഫ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ എത്ര എണ്ണം ഉള്ളത്, 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എണ്ണമാണുള്ളത്. അതാണ് എൻ. അതുപോലെ തന്നെ സി എന്ന് പറയുമ്പോൾ ക്ലാസ് ഇൻ്റർവെല്ലാണ് സി ആയിട്ട് സാധാരണ എടുക്കാറ്. പക്ഷേ ഇൻഡിവിജ്വൽ സീരീസിൽ അങ്ങനെ ഒരു ഇൻ്റർവെൽ ഉണ്ടായിരിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ സിയും എന്ത് തന്നെ എടുക്കുക, നമ്പർ ഓഫ് ഐറ്റംസ് തന്നെ എടുക്കുക. ഓക്കെ, അപ്പോൾ എയും കിട്ടി, സിയും കിട്ടി, എന്നും കിട്ടി. നമുക്ക് കാണാനുള്ളത് d1 ആണ്. ഓക്കെ, d1 ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, കാണാനുള്ളത്. അപ്പോൾ നമ്മൾ d1 കാണുന്നതിൻ്റെ d1 ആണ് കേട്ടോ നമുക്ക് കാണാനുള്ളത്. d1ൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, എക്സ് മൈനസ് എ ഡിവൈഡഡ് ബൈ സി. d1 ഈക്വൽ ടു എക്സ് മൈനസ് എ ഡിവൈഡഡ് ബൈ സി ആണ് എന്ത് പറയുന്നത്, d1ൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ നമുക്കിത് ഇത് എങ്ങനെയാണ് കിട്ടി 1570 എങ്ങനെയാണ് നമുക്ക് കിട്ടിയത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ എടുക്കാം. ഇത് നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ 1-2 പറഞ്ഞു തരാം, എന്നിട്ട് നിങ്ങൾ തന്നെ ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. ആദ്യം നമ്മൾ 350 എടുത്തു. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഇവിടെ 350 ഓക്കെ. പിന്നെ എ നമ്മൾ 200 സെലക്ട് ചെയ്തത്. നമ്മൾ കുറച്ച് മുന്നേ ഏറ്റവും ചെറിയ വാല്യൂ നോക്കി നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 200 കിട്ടി. സി ഡിവൈഡഡ് ബൈ സി എന്ന് പറയുമ്പോൾ എത്രയാണ്? സി എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് സീരീസ് ആണെങ്കിൽ ക്ലാസ് ഇൻ്റർവെൽ എടുക്കുക, അതല്ല ഇൻഡിവിജ്വൽ സീരീസ് ആണെങ്കിൽ ഇത്ര എടുക്കുക, നമ്പർ ഓഫ് ഐറ്റംസ് എടുക്കുക. ഇവിടെ എത്ര 10 നമ്പേഴ്സാണുള്ളത്, സോ നമ്മൾ 10 എടുത്തു. അപ്പോൾ 350 മൈനസ് 200, 350 മൈനസ് 200 150 കിട്ടും, ഡിവൈഡഡ് ബൈ 10 ഈക്വൽ ടു 15 കിട്ടി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് 900-ൻ്റെയാണ്. അപ്പോൾ 900 നമ്മളിവിടെ എടുത്തു. എക്സ് എന്ന് പറഞ്ഞാൽ 900 പിന്നെ എ നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് 200, ഡിവൈഡഡ് ബൈ 10, 700 ഡിവൈഡ് ബൈ 10 ഈക്വൽ ടു 70. പിന്നെ നെക്സ്റ്റ് 650 മൈനസ് 200 ഡിവൈഡഡ് ബൈ 10, 450 ഡിവൈഡ് 10 ഈക്വൽ ടു 45. അങ്ങനെ ഇങ്ങനെ എല്ലാതും ചെയ്യാം. അപ്പോൾ 200ൻ്റെ ചെയ്യാനില്ല, കാരണം 200 മൈനസ് 200 ഡിവൈഡ് ബൈ 10 ഈക്വൽ ടു 0 വരും. അപ്പോൾ നമുക്ക് ടോട്ടൽ വരുന്നത് 940. 940 എങ്ങനെയാണ് കിട്ടിയേ? ഈ പറഞ്ഞ വാല്യൂസ് എല്ലതും കൂടെ കൂട്ടിയാൽ 940 നമുക്ക് കിട്ടും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമുക്ക് D1 എത്ര കിട്ടി? 940 കിട്ടി. ഇനി നമുക്ക് ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യാം. ഇക്വേഷൻ ഒന്നും കൂടെ എഴുതുന്നുണ്ട്. എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് സിഗ്മ D1 ബൈ എൻ ഇൻറ്റു സി. ഓക്കെ, അപ്പോൾ എ എന്ന് പറഞ്ഞാൽ 200 ആയിരുന്നു, D1 നമ്മൾ കണ്ടു 940. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഐറ്റംസ്, ഇവിടെ എത്ര ഐറ്റം ടോട്ടൽ ഉള്ളത്? 10 ഐറ്റം. സി ക്ലാസ് ഇൻ്റർവെല്ലാണ് സാധാരണ എടുക്കേണ്ടത്, പക്ഷേ ഇതിൽ സീരീസ് ആയതുകൊണ്ട് നമ്മൾ എത്ര എടുത്തു? നമ്പർ ഓഫ് ഐറ്റംസ് എടുത്തു. എന്നിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്തു? 940നെ 10ആയിട്ട് ഇതാക്കി ഡിവൈഡ് ചെയ്തു. 940 ഇൻഡിവിജ്വൽ സീരീസ് ആയതുകൊണ്ട് നമ്മൾ ക്ലാസ് സി ആയിട്ട് എടുത്തത് എത്രയാണ്? നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ആദ്യം ഇത് രണ്ടും ചെയ്തു. ഇത് രണ്ടും ചെയ്യുമ്പോൾ നമുക്ക് 94 കിട്ടും. 94 × 10 940. ഓക്കെ, അതിനുശേഷം 200 പ്ലസ് ചെയ്യുക, അപ്പോൾ 1140. ഇത് ചെയ്യുമ്പോൾ ആദ്യം ഇത് രണ്ടും ചെയ്യണം. ഇത് രണ്ടും ചെയ്തതിന് ശേഷം ഇത് ചെയ്യണം, എന്നിട്ട് വേണം പ്ലസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ആദ്യം തന്നെ പ്ലസ് ചെയ്യരുത് കേട്ടോ. ആദ്യം ഇത് രണ്ടും, പിന്നെ ഇത് രണ്ടും, പിന്നെ ഇതും. ആദ്യം ഇങ്ങനെ ചെയ്യുക, പിന്നെ ഇങ്ങനെ ചെയ്യുക, പിന്നെ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ 1240 ഇതിൻ്റെ ആൻസർ വരുന്നത്. വളരെ സിമ്പിളാണ്. ഇക്വേഷൻ പഠിച്ചാൽ മാത്രം മതി. ഇക്വേഷൻ പഠിക്കണം, അല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അത്യാവശ്യം വലിയൊരു പ്രോബ്ലമാണ് കേട്ടോ. കാരണം ഇതിൽ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് തന്നെ ഇൻഡിവിജ്വൽ സീരീസ് കാണാനുണ്ട്, അതുപോലെ തന്നെ കണ്ടിന്യൂസ് സീരീസിൽ കാണാനുണ്ട്, പിന്നെ സാധാ എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ ഇല്ലേ, അതും നമുക്ക് കാണാനുണ്ട്. അത്യാവശ്യം വലിയൊരു ക്വസ്റ്റ്യനാണ്. മേ ബി ഇതൊക്കെ 10 മാർക്കിൻ്റെ എസ് എ ആയിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ. എനിവേ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ദി ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ ഷോയിങ് ദി മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ 15 സ്റ്റുഡൻസ്, ഫൈൻഡ് ദ അരിത്തമെറ്റിക് മീൻ യൂസിങ് ഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ, ഷോർട്ട് കട്ട് മെത്തേഡ്, സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. ഓക്കെ, ഈ ഒരു 3 മെത്തേഡിലുമാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. മാർക്സ് 20 മുതൽ 29 വരെയുള്ള കുട്ടികൾക്ക് 20 മുതൽ 29 വരെ മാർക്ക് തരുന്നത് ഒരു കുട്ടിക്കാണ്. 30 മുതൽ 39 വരെ മാർക്ക് തരുന്നത് 5 കുട്ടിക്കാണ്. 40 മുതൽ 49 വരെ മാർക്ക് തരുന്നത് 12 കുട്ടിക്കാണ്. 50 മുതൽ 59 വരെ മാർക്ക് തരുന്നത് 15 കുട്ടിക്കാണ്. 60 മുതൽ 69 വരെ മാർക്ക് തരുന്നത് 9 കുട്ടിക്കാണ്. 70 മുതൽ 79 വരെ മാർക്ക് തരുന്നത് 6 കുട്ടിക്കാണ്. 80 മുതൽ 89 വരെ വരുന്നത് 2 കുട്ടിക്കാണ്. അപ്പോൾ മനസ്സിലായത് നമുക്ക് എന്താണ്, ഒരു കംപ്ലീറ്റ് ഒരു കണ്ടിന്യൂസ് സീരീസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് സീരീസിലാണ് ഈ പ്രോബ്ലം എല്ലാം വർക്കൗട്ട് ചെയ്യാനുള്ളത്. അതായത് കണ്ടിന്യൂസ് സീരീസിൻ്റെ ഇക്വേഷൻസ് വേണം ഇവിടെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ഇക്വേഷൻ ഒക്കെ ഒന്ന് എഴുതി വെക്കാം. ഇതാണ് ഡയറക്റ്റ് മെത്തേഡ്. സിഗ്മ എഫ് എക്സ് ബൈ എൻ, ഷോർട്ട് കട്ട് മെത്തേഡിൽ എ പ്ലസ് സിഗ്മ എഫ് ഡി ബൈ എൻ, സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ എ പ്ലസ് സിഗ്മ എഫ് ഡി ഡിവൈഡ് ബൈ എൻ ഇൻറ്റു സി. നമ്മൾ തൊട്ട് മുന്നേ ചെയ്തത് എഫ് ഉണ്ടായിരുന്നില്ല ഇവിടെ, കാരണം എന്താ, അതൊരു ഇൻഡിവിജ്വൽ സീരീസ് ആയിരുന്നു. അപ്പോൾ ഇതിലാണ് നമ്മൾ കണ്ടിന്യൂസ് സീരീസിൻ്റെ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡും ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പിന്നെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇത് മാത്രമാണ് നമ്മൾ ചെയ്യാത്തുള്ളൂ, പക്ഷേ നമ്മളിത് 3 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എനിവേ നമുക്ക് ഈ സാധനമൊക്കെ നമുക്ക് ഇങ്ങോട്ടെടുത്ത് താഴോട്ടാക്കി എഴുതാം. ഇതൊന്നും നോക്കണ്ട കേട്ടോ, ഇത് മാത്രം നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ക്ലാസ് ഇൻ്റർവെൽ ഓരോന്ന് എഴുതി, ഫ്രീക്വൻസിയും ഇവിടെ ഈ പറഞ്ഞ ഈ 2 സാധനമാണ് നമ്മൾ ഇങ്ങോട്ട് ആദ്യം എഴുതിയത്. ഓക്കെ, ഇങ്ങോട്ട് നമ്മൾ എഴുതി.
നമ്മൾ എക്സ് കാണാൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് എക്സ് കാണാമെന്നുള്ളത്. എങ്ങനെയായിരുന്നു എക്സ് കണ്ടിരുന്നത്? അപ്പർ ക്ലാസ് മൈനസ് ലോവർ ക്ലാസ് ഡിവൈഡ് ബൈ 2, അപ്പർ ക്ലാസ് പ്ലസ് ലോവർ ക്ലാസ് ഡിവൈഡഡ് ബൈ 2 ആയിരുന്നു എന്തിൻ്റെ എക്സ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അതെ, അതാണ് എക്സ് കാണാനുള്ള ഇക്വേഷൻ. അപ്പർ ക്ലാസ് പ്ലസ് ലോവർ ക്ലാസ് ഡിവൈഡഡ് ബൈ 2, അതായത് 29 പ്ലസ് 20 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് 24.5 കിട്ടും. 39 പ്ലസ് 30 ഡിവൈഡഡ് ബൈ 2, അപ്പോൾ എത്ര കിട്ടും? 34.5 കിട്ടും. പിന്നെ 49 പ്ലസ് 40 ഡിവൈഡഡ് ബൈ 2 44.5. അങ്ങനെ എല്ലാതും ചെയ്യാം. 59 പ്ലസ് 50 ഡിവൈഡ് ബൈ 2 54.5. 60 പ്ലസ് 69 ഡിവൈഡ് ബൈ 2 64.5. 79 പ്ലസ് 70 ഡിവൈഡ് ബൈ 2 74.5. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. 89 പ്ലസ് 80 ഡിവൈഡ് ബൈ 2 84.5. നിങ്ങൾക്ക് ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കാണിച്ചാൽ ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇതിൽ ആദ്യത്തെ മാത്രമായിട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. 29 പ്ലസ് ഇതാണ് എന്ത് അപ്പർ ക്ലാസ് എന്ന് പറയുന്നത്, പ്ലസ് ലോവർ ക്ലാസ് എന്ന് പറയുമ്പോൾ 20, ഓക്കെ, ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 24.5. അതാണ് എക്സ് വാല്യൂ വരുന്നത്. അങ്ങനെ എല്ലാതും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? എക്സ് വാല്യൂസ് ഓരോന്നിൻ്റെയും കിട്ടി. കാരണം ഈ കണ്ടിന്യൂസ് സീരീസിൽ പ്രോബ്ലം ചെയ്യുമ്പോഴോ നമുക്ക് എന്താവശ്യമാണ്? എക്സ് വാല്യൂസ് ആവശ്യമാണ്. അതാണ് അതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം നമുക്ക് എഫ് എക്സ് കാണാനുണ്ട്, എഫ് ഡി കാണാനുണ്ട്, എല്ലതും കാണണ്ടേ. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് കിട്ടി. ഇന്ന് നമുക്ക് ഓരോന്നായിട്ട് പ്രോബ്ലം നോക്കാം, എന്തൊക്കെയാണ് അവർ കാണാൻ പറഞ്ഞിട്ടുള്ളതെന്ന്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം അവർ പറഞ്ഞിട്ടുള്ളത് ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് അരിത്തമെറ്റിക് മീൻ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് അരിത്തമെറ്റിക് മീൻ കാണാമെന്ന് പറയുമ്പോൾ എങ്ങനെ ഇക്വേഷൻ വരുന്നത്? സിഗ്മ എഫ് എക്സ് ബൈ എൻ, ഇതാണ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഇതിൽ ഓൾറെഡി എഫും തന്നിട്ടുണ്ട്, എക്സും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എഫ് എക്സ് കാണണം. ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ 1 ഇൻറ്റു 24.5 24.5, 5 ഇൻറ്റു 34.5 172.5, 12 ഇൻറ്റു 44.5 534, 15 ഇൻറ്റു 54.5 810. ഇതെങ്ങനെ കിട്ടിയെന്ന് ചോദിക്കരുത്, ഇത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, 9 ഇൻറ്റു 64.5 580.5, 6 ഇൻറ്റു 74.5 447, 7, 2 ഇൻറ്റു 84.5 169. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സിഗ്മ എഫ് എക്സ് കിട്ടി. ഇനി ഇതെല്ലതും കൂടെ ടോട്ടൽ ചെയ്യുക. ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 2745 കിട്ടും. ഇതെല്ലതും കൂടെ ടോട്ടൽ ചെയ്താൽ, അതായത് ഇത് രണ്ടും മാത്രമായിരിക്കും തന്നിട്ടുണ്ടായിരിക്കുക. ഇതിൽ നമ്മളോട് എന്തൊക്കെ കാണാൻ പറഞ്ഞിട്ടുണ്ട്? ഡയറക്റ്റ് മെത്തേഡിലും ഷോർട്ട് കട്ട് മെത്തേഡിലും സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിലും പ്രോബ്ലം ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആകെ തന്നിട്ടുള്ളത് എന്താണ്? എഫ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇക്വേഷൻ ആദ്യം എഴുതി വയ്ക്കുക. അപ്പോൾ എക്സ് കാണണം, ഓൾറെഡി ഇക്വേഷനിലും പ്രകാരം എക്സ് കാണണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? എക്സ് കാണുക. എക്സ് കാണൽ എങ്ങനെയാണ്? അപ്പർ ക്ലാസ് പ്ലസ് ലോവർ ക്ലാസ് ഡിവൈഡഡ് ബൈ 2, അങ്ങനെ എല്ലാത്തിൻ്റെയും എന്ത് ചെയ്യുക? എക്സ് കാണണം. അപ്പോൾ നമുക്ക് എക്സും കിട്ടി, അപ്പോൾ എഫും കിട്ടി, എക്സും കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കാണണം? എഫ് എക്സ് കാണണം. കാരണം ഡയറക്റ്റ് മെത്തേഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ എഫ് എക്സ് ബൈ എൻ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എഫ് എക്സ് കണ്ടു, എന്നിട്ട് അത് പ്ലസ് ചെയ്തു. 2745 നമുക്ക് കിട്ടി. ഓക്കെ, 2745 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ ഈക്വൽ ടു 2745 ഡിവൈഡഡ് ബൈ എൻ എന്ന് പറഞ്ഞത് 50 ആണ്. 50 എങ്ങനെയാണ് വന്നത്? ഇത് കണ്ടിന്യൂ സീരീസ് ആണ്. കണ്ടിന്യൂ സീരീസ് ആയതുകൊണ്ട് തന്നെ എഫിൻ്റെ ടോട്ടൽ എടുക്കുക. അതായത് 1 പ്ലസ് 5 പ്ലസ് 12 പ്ലസ് 15 പ്ലസ് 9 പ്ലസ് 6 പ്ലസ് 2, അപ്പോൾ നമുക്ക് 50 കിട്ടും. അതാണ് എന്ത് പറയുന്നത്? ഈ എൻ എന്ന് പറയുന്നത്. ഇവിടെ ഈ എൻ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടിന്യൂ സീരീസിൽ എൻ കാണാൻ എങ്ങനെയാണ്? എഫിൻ്റെ ടോട്ടലാണ് എൻ കാണാൻ. അപ്പോൾ എൻ എന്ന് പറഞ്ഞത് ഇവിടെ 50 കിട്ടി. അപ്പോൾ 2745 ഡിവൈഡ് ബൈ 50 ഈക്വൽ ടു 54.9. ഇതാണ് ഡയറക്റ്റ് മെത്തേഡിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇതുവരെ. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ഇത് ഷോർട്ട് കട്ട് മെത്തേഡ്. ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറയുമ്പോൾ എ പ്ലസ് സിഗ്മ എഫ് ഡി ബൈ എൻ. എ പ്ലസ് സിഗ്മ എഫ് ഡി ബൈ എൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കാണണം? ഇവിടെ എഫ് ഓൾറെഡി തന്നിട്ടുണ്ട്, ഡി കാണണം, എഫ് ഡി കാണണം. ഏതെന്ന് ഏതെങ്കിലും ഒരു വാല്യൂ നമ്മൾ അസ്യൂം ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഇക്വേഷൻ ഇങ്ങോട്ട് എഴുതി. എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ബൈ എൻ. ഓക്കെ, ഇനി എ ആയിട്ട് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് എന്താ? ഏറ്റവും ചെറിയ വാല്യൂ ആണ്. എക്സിൽ നിന്നും ഏറ്റവും ചെറിയ വാല്യൂ നമ്മൾ എടുക്കുക. ഏറ്റവും ചെറിയ വാല്യൂ എടുക്കുക പറയുമ്പോൾ 24.5 നമ്മൾ ഇതിന്നത് എടുത്തു. എന്നിട്ട് ഈ എഫ് ഡി കാണാൻ ആദ്യം നമുക്ക് ഡി കാണണ്ടേ? ഡി കണ്ടാലല്ലേ എഫ് ഡി കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഡി കാണുക. ഡി കാണൽ എങ്ങനെയാണ്? എക്സ് മൈനസ് എ
എക്സ് മൈനസ് എ ആണെന്ത് എക്സ് മൈനസ് എ ഈക്വൽ ടു ആണെന്ത് പറയുന്നത് ഡി എന്ന് പറയുന്നത്. അപ്പോൾ എക്സിൽ നിന്നും എ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. ഇവിടെ എ എത്രയാണ്, ഇവിടെ എ ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് 24.5 ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ എക്സിൽ നിന്നും ഈ എ എല്ലാത്തുനിന്നും മൈനസ് ചെയ്യുക. അതായത് 24.5 മൈനസ് 24.5 0 കിട്ടും. 34.5 മൈനസ് 24.5 എത്ര കിട്ടും, 10 കിട്ടും. പിന്നെയും 44.5 മൈനസ് 24.5 20, 54.5 മൈനസ് 24.5 30, 64.5 മൈനസ് 24.5 മൈനസ് 40, 74.5 മൈനസ് 24.5 ഈക്വൽ ടു 50, 84.5 മൈനസ് 24.5 ഈക്വൽ ടു 60. അത് നമുക്ക് എന്ത് കിട്ടി, ഡി കിട്ടി. ഡിയുടെ ടോട്ടൽ കാണാം. ഓക്കെ, നമ്മൾ അതും കണ്ടു. ഇനി നമുക്ക് കാണേണ്ടത് ഇക്വേഷൻ നോക്കുക. ഇക്വേഷനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇതാണ് ഇക്വേഷൻ. ഷോർട്ട് കട്ട് മെത്തേഡിൽ എ പ്ലസ് സിഗ്മ എഫ് ഡി ബൈ എൻ. അപ്പോൾ നമുക്ക് എഫ് ഇവിടെ ഓൾറെഡി അവർ തന്നിട്ടുണ്ട്, ഡി ആണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്തു. ഇനി നമുക്ക് എഫ് ഡി കാണാം. എഫ് ഡി കാണാമെന്ന് പറയുമ്പോൾ എഫ് ഇൻറ്റു ഡി. അപ്പോൾ എഫ് ഡി കാണാൻ നോക്കാം. ഇതാണ് 1 × 0, 5 × 10 50, 12 × 20 240, 15 × 30 450, 9 × 40 360, 6 × 50 300, 2 × 60 120. നമുക്ക് എഫ് ഇൻറ്റു ഡി അപ്പോൾ എത്ര കിട്ടി, 1520 കിട്ടി എഫ് ഡി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷനിലോട്ടൊന്ന് നോക്കാം. എൻ എന്ന് പറയുന്നത് 50 കേട്ടോ. അപ്പോൾ ഓക്കെ, ഇതാണ് ഷോർട്ട് കട്ട് മെത്തേഡിൽ എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ബൈ എൻ ഈക്വൽ ടു എ എന്ന് പറയുന്നത് 24.5 പ്ലസ് എഫ് ഡി എന്ന് പറയുന്നത് 1520 ഡിവൈഡഡ് ബൈ എഫ് എന്ന് പറഞ്ഞാൽ 50 കിട്ടും. അപ്പോൾ എത്ര കിട്ടിയേ, 54. 24. ആദ്യം നമ്മളിത് ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 30.4 കിട്ടും. 24.5 പ്ലസ് 30.4 ഈക്വൽ ടു 54.9. സെയിം ആൻസർ. ഓക്കെ, ഡയറക്റ്റ് മെത്തേഡ്, അരിത്തമെറ്റിക് മീൻ ഏത് മെത്തേഡ് ആയാലും എന്തായിരിക്കും, ആൻസർ സെയിം ആയിരിക്കും. ഇതാണ് 54.9. ഇതിൻ്റെ സെയിം ആൻസർ തന്നെ കിട്ടിയില്ല. അപ്പോൾ എന്താണ്, ഈ രണ്ട് ആൻസറും ശരിയാണ്. ഇനി നമുക്ക് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ ചെയ്താലും സെയിം ആൻസർ തന്നെ കിട്ടണം. ഓക്കെ, ഈ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ കണ്ടിന്യൂസ് സീരീസിൽ നമ്മൾ ഇതുവരെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇൻഡിവിജ്വൽ സീരീസിലായിരുന്നു. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, കണ്ടിന്യൂസ് സീരീസിൽ പ്രോബ്ലം ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ എ പ്ലസ് സിഗ്മ എഫ് ഡി ബൈ എൻ ഇൻറ്റു സി ആണ്. അപ്പോൾ അത് നമുക്ക് ക്ലാസ് ഇൻ്റർവെല്ലിൽ കാണണം, പിന്നെ എഫ് ഡി കാണണം, FD1 കാണണം, ഒക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ എനിവേ, അപ്പോൾ അത് നമ്മൾ എഫ് ഡി നമുക്ക് കിട്ടി. ഇനി നമുക്ക് D1 കാണണം. ഓക്കെ, D1 എന്ന് പറഞ്ഞാൽ ഇവിടെ D1 കാണാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ ഡി അല്ലേ കണ്ടിട്ടുള്ളൂ. ഇനി നമുക്ക് D1 കാണണം. ഈ D1 കാണാമെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് D1 കാണുക, എക്സ് മൈനസ് എ ഡിവൈഡഡ് ബൈ സി ആണ് എന്ത് പറയുന്നത്, D1 എന്ന് പറയുന്നത്. എക്സ് മൈനസ് എ ഡിവൈഡഡ് ബൈ സി, അതായത് ഈ 24.5 നിന്നും 24.5 മൈനസ് ചെയ്താൽ അത് വേണ്ട. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. 34.5 മൈനസ് 24.5 ഡിവൈഡഡ് ബൈ എത്ര കിട്ടും, 10 കിട്ടും. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 1 കിട്ടി. ഞാൻ ഒന്ന് പ്രോബ്ലം ചെയ്ത് കാണിച്ചു തരാം. ഇതിലേക്ക് നോക്കുക കേട്ടോ. D1 എന്ന് പറയുന്നത് എക്സ് മൈനസ് എ ഡിവൈഡ് ബൈ സി ആണ് D1ൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ നോക്കാം. എക്സിൽ 24.5 ആണ്. അപ്പോൾ 24.5 എ നമ്മൾ എടുത്തിട്ടുള്ളത് 24.5 ആയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. 24.5 ഡിവൈഡ് ബൈ 10 ഈക്വൾ ടു 0/10 0 കിട്ടി. ഓക്കെ, അതിൽ നമുക്ക് കാരണം സെയിം വാല്യൂ ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം 34.5. അപ്പോൾ ഇവിടെ 34.5 എ എന്ന് പറയുന്നത് 24.5 ഡിവൈഡ് ബൈ 10 ഈക്വൾ ടു 10 വരും. 34.5 നിന്ന് 24.5 മൈനസ് ചെയ്താൽ 10 വരും. 10 ഡിവൈഡ് ബൈ 10 ഈക്വൾ ടു 1 ആണ് കേട്ടോ, 1 വരും. ഓക്കെ, അതാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ള ഈ 1. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നതാണ് 44.5 മൈനസ് 24.5 ഡിവൈഡ് ബൈ 10. അതായത് 44.5 എന്ന് പറയുമ്പോൾ ഈ എക്സ് 24.5 നമ്മളെടുത്ത പെർമനൻറ്റ് വാല്യൂ എ ആയിട്ട് നമ്മൾ എടുത്തിട്ടില്ല, ഡിവൈഡ് ബൈ 10 ഈക്വൾ ടു 44.5 നിന്ന് 24.5 മൈനസ് ചെയ്താൽ 20 കിട്ടും. ബൈ 10 ഈക്വൾ ടു 2. ഇനി നമുക്ക് 55 ചെയ്ത് നോക്കാം. കാരണം ഇവിടുത്തെ നെക്സ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 54 ഇവിടെ 54.5 54.5 മൈനസ് 24.5 ഡിവൈഡ് ബൈ 10 ഈക്വൾ ടു എത്ര കിട്ടും, 30 കിട്ടും. 30 ഡിവൈഡ് ബൈ 10 ഈക്വൾ ടു 3. ഓക്കെ, അങ്ങനെ നമ്മൾ ഓരോ എക്സും ഇതുപോലെ തന്നെ ഓരോ എക്സും ചെയ്യാം. ഓരോ എക്സും ചെയ്യുമ്പോൾ നമുക്ക് ഓരോ D1 കിട്ടും. D1 3 4 5 ഇങ്ങനെ കിട്ടും.
അപ്പോൾ എന്നിട്ട് ഇതെല്ലതും കൂടെ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് 21 കിട്ടും. D1ൻ്റെ ടോട്ടൽ എത്ര കിട്ടി? 21 കിട്ടി. ഇനി നമുക്ക് എന്ത് കാണണം? FD1 കാണണം. FD1 കാണാൻ അറിയുമ്പോൾ F ഇൻറ്റു D1. F നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, D1 D1. ഓക്കെ, അപ്പോൾ 1 ഇൻറ്റു 0 0, 5 ഇൻറ്റു 1 5, 12 ഇൻറ്റു 2 24, 15 ഇൻറ്റു 3 45, 9 ഇൻറ്റു 4 36, 6 ഇൻറ്റു 5 30, 2 ഇൻറ്റു 6 12. അങ്ങനെ ഓരോന്നും ചെയ്യാം. അങ്ങനെ നമുക്ക് എത്ര കിട്ടും? 152 കിട്ടി. FD1 കിട്ടി. ഇനി ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യാം. ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടിയില്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. എന്താ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ ഇക്വേഷൻ നമ്മൾ ഇങ്ങോട്ട് എടുത്തെഴുതുക. എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ബൈ എൻ ഇൻറ്റു സി ആണ് ഇക്വേഷൻ. സി എന്ന് പറയുമ്പോൾ ക്ലാസ് ഇൻ്റർവെല്ലാണ്. അതായത് ഇത് രണ്ടും 29 മൈനസ് 20 10 കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. ഓക്കെ, അതായത് 34.5 മൈനസ് 24.5 ചെയ്താലും നമുക്ക് 10 തന്നെ കിട്ടും. അതാണ് ക്ലാസ് ഇൻ്റർവെല്ലിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ എന്ന് പറയുന്നത് 24.5 ആണ്. FD എന്ന് പറയുന്നത് 152. ഫ്രീക്വൻസി ഈ 50 കിട്ടിയത് ഫ്രീക്വൻസിയുടെ ടോട്ടൽ. ഓക്കെ, ഇൻറ്റു 10. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം 152 ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ 3.04 കിട്ടും. ഓക്കെ, എന്നിട്ട് ഈ 3.04 ഇൻറ്റു 10, ഈ 10 അതാണത്. അപ്പോൾ നമുക്ക് 30.4 കിട്ടും. അതിന് ശേഷം പ്ലസ് ചെയ്യുക. അപ്പോൾ 54.9. ആൻസർ കറക്റ്റായില്ലേ? ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ആൻസർ പറയുന്നത്, 54.9. ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുകയാണെങ്കിലും അരിത്തമെറ്റിക് മീനിൽ എന്തുണ്ടാവില്ല? ചേഞ്ച് വരില്ല. സെയിം വാല്യൂ തന്നെയായിരിക്കും ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് മീഡിയനും മോഡൊക്കെയാണ്. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് ചെയ്യാം കേട്ടോ. ഇനി ഡൗട്ട്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.